വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, സൗണ്ട് ക്ലിയർ അല്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ ഇസ്കാൻ ഏരിയ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ആളുകൾക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദീനി സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഈ ഒരു ഇരുത്തം അലൈക്കുമുസ്സലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ അല്ലാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഇതേപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറിയൊരു നസീഹത്താണ് ഉദ്ദേശിക്കുന്നത്, വലിയൊരു പ്രസംഗമല്ല. സ്വഹാബത്തിന്റെ ഒരു രീതിയാണ്, രണ്ടു പേര് പരസ്പരം കണ്ടാല് അവര് പിരിഞ്ഞു പോകുന്നതിന് മുമ്പായിക്കൊണ്ട് അള്ളാഹിനെ കുറിച്ചൊന്ന് പറയും, പരലോകത്തെ കുറിച്ചിട്ടൊന്ന് ഓർമ്മപ്പെടുത്തും. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ പരസ്പരം കാണുന്ന സമയത്ത് ഒന്ന് ദീനി വിഷയങ്ങളൊന്ന് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ അവകാശികളായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തുരീദൂന ശൈഅൻ അസീദുക്കും. നിങ്ങൾക്ക് ഇനി സിയാദത്തായിട്ട് എന്താണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് അല്ലാഹു സ്വർഗത്തിന്റെ ആളുകളോട് ചോദിക്കാണ്, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തി മൻസില തുരീദൂന ശൈഅൻ അസീദുക്കും. സ്വർഗത്തിന്റെ ആളുകൾ കയറിയതിന് ശേഷം അന്ന് ചോദിക്കാണ്, ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്താ വേണ്ടത്? അപ്പൊ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? റബ്ബേ, ഇനി എന്താണുള്ളത്? അലം തുബയ്യിദു വുജൂഹനാ വതുനജ്ജിനാ മിനന്നാർ. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം സ്വർഗ്ഗമാണ് അല്ലെ? നമ്മൾ ഈ കഷ്ടപ്പെട്ട് നോമ്പ് നോറ്റത് എന്തിനാണ്? അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിഅമത്തായ സ്വർഗം നീ ഞങ്ങൾക്ക് നൽകി, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി, ഞങ്ങളുടെ മുഖങ്ങളെ പ്രകാശപൂരിതമാക്കി. ഇനി എന്താ റബ്ബേ ഉള്ളത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് വിശ്വാസികൾ അങ്ങോട്ട് പറയുന്ന സമയത്ത് ഫയക്ഷിഫുൽ ഹിജാബ, മറ നീങ്ങുന്നുള്ളതാണ്. മറ നീങ്ങുന്ന സമയത്ത് മനുഷ്യന്മാർ അവരുടെ കണ്ണുകൊണ്ട് റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ കാണുക തന്നെ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇത്ര കാലം ആരാധിച്ച റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ നമ്മുടെ കണ്ണു കണ്ട് കാണുന്ന ആ ഒരു സന്ദർഭം, അതിനെ കുറിച്ച് പ്രവാചകൻ പറയാണ്, ഫമാ ഉഅ്തു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജല്ല. അള്ളാഹനെ കാണുന്ന ആ ഒരു നിമിഷല്ലേ, അള്ളാഹനെ കാണുന്ന ആ ഒരു സെക്കൻഡ്, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദമായിട്ട് മനുഷ്യർക്ക് തോന്നുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ പ്രവാസികളാണ്. നമ്മുടെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടിട്ട് വളരെ ആഗ്രഹത്തോടും വലിയ പ്രതീക്ഷയോടുകൂടി ഒരുപാട് സ്വപ്നം കണ്ട് നമ്മുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല ആളുകളെയും കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാലോചിച്ച് നോക്കിയും അള്ളാനെ കാണുന്ന ആ ഒരു നിമിഷം, സുബ്ഹാനല്ലാഹ്, അതെങ്ങനെ വർണ്ണിക്കണം എന്നുള്ള വാചകങ്ങൾ പോലും എനിക്കറിയില്ല. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാനെ ആ മറ ഇങ്ങനെ നീങ്ങുമ്പോൾ 4 മറയുണ്ടാകും. ആ 4 മറകൾ ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് മനുഷ്യന്മാർ അവരുടെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണുക തന്നെ ചെയ്യും. ആ കാണുന്ന ആ ഒരു സെക്കൻഡ്, ആ ഒരു നിമിഷം, അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാ ആളുകളും നോമ്പുകാരാണ്. നോമ്പുകാർക്ക് 2 സന്തോഷം ഉണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തൊക്കെ 2 സന്തോഷം എന്നറിയോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലിസ്വാഇമി ഫർഹത്താൻ. നോമ്പുകാരന് 2 സന്തോഷമാണ്. ഫർഹത്തുൻ ഹീന യുഫ്തിർ, നോമ്പ് തുറക്കുമ്പോൾ എന്തുണ്ടാകും? സന്തോഷം ഉണ്ടാകും.
നമ്മുടെ രാവിലെ അത്താഴത്തിന് ഭക്ഷണം കഴിച്ച് ഇതുവരെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ വിശപ്പും ദാഹമൊക്കെ സഹിച്ച് അടക്കി പിടിച്ച് നമ്മൾ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ വിചാരങ്ങൾ നമ്മൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പോ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈത്തപ്പഴം കഴിച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ കുടിച്ച് ഇൻഷാ അല്ലാ എന്ന് പറയുമ്പോൾ ഒരാനന്ദം വരാനുണ്ട്. അതാണ് നോമ്പുകാരന്റെ ഒന്നാമത്തെ ആനന്ദം, ഒന്നാമത്തെ സന്തോഷം. രണ്ടാമത്തെ സന്തോഷം അവൻ അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്തും നോമ്പുകാര് സന്തോഷിക്കും. നമ്മൾ നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ അള്ളാനെ കാണുന്ന ആ ഒരു നിമിഷം നമ്മൾ സന്തോഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ ഈ ദിവസം എത്ര നോമ്പായി ഇന്നൊക്കെ? എത്ര നോമ്പായി? 12 നോമ്പ്. ഈ 12 ദിവസത്തിലെ നോമ്പൊന്ന് വിചാരണ നടത്തണം. നമ്മൾ ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നമ്മൾ വിചാരണ നടത്തണം. അള്ളാഹു നാളെ കോടാനും കോടി മനുഷ്യന്മാരുടെ മുമ്പിൽ നമ്മളെ വിചാരണ നടത്തുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മളൊന്ന് വിചാരണ നടത്തുക. ഈ 12 ദിവസം കൊണ്ട് റബ്ബേ നരകത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഈ നോമ്പ് എനിക്ക് രക്ഷയായിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. ഒരാൾ ഒരു ദിവസം അള്ളാഹിന്റെ മാർഗത്തിൽ നോമ്പ് നോറ്റാൽ അവന്റെ മുഖം നരകത്തിൽ നിന്ന് 70 വർഷത്തിന്റെ വിദൂരതയിലേക്ക് മാറ്റുമെന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നോമ്പ് നോക്കണം? അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, നാട്ടുകാരോട് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശംസക്ക് വേണ്ടിയിട്ടല്ല. റൂമിലെല്ലാവരും നോമ്പ് നോക്കുകയാണ്, ഇനി നാം മാത്രം നോമ്പ് നോക്കാതിരുന്നിട്ട് എങ്ങനെ? അങ്ങനല്ല. അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പ് നോറ്റാൽ അത് ഫർളാകട്ടെ സുന്നത്താകട്ടെ 70 വർഷത്തിന്റെ വിദൂരതയിലേക്ക് നരകത്തിൽ നിന്ന് അവനെ മാറ്റുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 12 നോമ്പ് അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ 840 വർഷത്തിന്റെ വിദൂരതയിലേക്ക് നരകത്തിൽ നിന്ന് നമ്മളെ മാറ്റിയിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്. ആ 840 വർഷത്തിന്റെ വിദൂരതയിലേക്ക് നരകത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഈ കൂട്ടത്തിൽ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ആലോചിക്കുക. അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടാകും. അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ എന്താണെന്നറിയോ? ഒരു വിചാരണ നടത്തണം. നമ്മുടെ നോമ്പിന്റെ വിഷയത്തിൽ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ചിന്ത വരണം. അതേപോലെ തന്നെ നമ്മൾ ദിനേന ഓതുന്ന നമ്മുടെ ഖുർആനിൽ, നമ്മുടെ മുസ്ഹഫില് നമുക്ക് എത്ര പേജ് ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ വെറുതെ പട്ടിണി അടക്കം മാത്രമല്ലല്ലോ പ്രിയപ്പെട്ടവരെ നോമ്പ് എന്ന് പറഞ്ഞാല്. ഒരു പേജ് ഓതപ്പം ഇന്നത്തെ ദിവസം എടുക്കുക. ഇന്നത്തെ ദിവസം നമുക്ക് ഒരു പേജ് പോലും ഓതാൻ നമ്മുടെ മനസ്സ് വരുന്നില്ലെങ്കിൽ നമ്മുടെ നോമ്പിനെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്ര ദിവസത്തിൽ ഏകദേശം 12 ജുസ് കഴിയണം. ഓരോ ദിവസം 30 നോമ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു 12 ജുസ് ഇപ്പോഴേക്ക് എത്തണം. നമ്മൾക്ക് എത്ര പേർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി, ഞാൻ ആരും കുറ്റപ്പെടുത്താനല്ല കേട്ടോ, ഞാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ചോദിക്കണോടാണ്. ഞാൻ ദിനേന ഓതുന്ന എന്റെ മുസ്ഹഫില് എനിക്ക് എത്ര ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങളെ കുറിച്ച് ആലോചിക്കുക. നമുക്ക് എത്ര പേജ് ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇത് വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നത് മാത്രമല്ല നോമ്പ്. അതല്ല നോമ്പ്. നമ്മൾ നമ്മുടെ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധ കാണിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഓതുന്ന ഓരോ അക്ഷരത്തിനും 10 കൂലിയാണ് മനുഷ്യരെ. ഓതുന്ന ഓരോ അക്ഷരത്തിനും 10 കൂലിയാണ്. വെറുതെ സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾ നമ്മൾ ചെലവഴിക്കുമ്പോൾ ഒരു 2 പേജ് ഖുർആൻ ഓതിയാൽ ഒരക്ഷരത്തിന് 10 കൂലിയാണെങ്കിൽ ആ പേജിൽ എത്ര അക്ഷരമുണ്ടോ അതിന്റെ 10 ഇരട്ടി പ്രതിഫലം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകും. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വല്ല സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കച്ചവട മേഖലയിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് തരണം ചെയ്യാൻ കഴിയും. ഇപ്പൊ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്, അയാൾക്ക് കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിൽ ലാഭം ഉണ്ടാക്കാനുള്ള കഴിവ് ആ മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ അവസരമുണ്ട്. എന്നാലോചിച്ച് നോക്കി. 11 നോമ്പ് ഇനി നമുക്ക് ലഭിക്കൂല. 11 നോമ്പ് ഇനി നമുക്ക് ലഭിക്കൂല, കഴിഞ്ഞുപോയി. നമ്മൾ എത്ര നൽകിയാലും, എത്ര കോടാനും കോടി പണം നൽകിയാലും ലഭിക്കൂല. ഇപ്പൊ ഇന്ന് രാവിലെ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമുക്ക് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? ദുനിയാവും അതിലുള്ളതെല്ലാം ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമാണ്. നമ്മൾ എത്ര പണം നൽകിയാലും ഇനി ആ സുബഹിന്റെ മുമ്പ് ഉള്ള സുന്നത്ത് നമുക്ക് ചെയ്യാൻ കഴിയില്ല, അത് കഴിഞ്ഞു പോയി. അതേപോലെ തന്നെ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കുക. ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധ കാണിക്കണം. റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകട്ടെ.
നമുക്ക് എത്ര ദിക്ർ ചൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയും, അൽഹംദുലില്ലാഹ് പറയും, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ ഇരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം എന്നുള്ള ദിക്റുകൾ നിങ്ങൾ ധാരാളം ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവസരമുണ്ട്, സമയമുണ്ട്. സ്വാഭാവികമാണ്, റമദാനൊക്കെ ആവുമ്പോഴേ പണിയൊക്കെ കുറച്ച് കുറവായിരിക്കും എന്നാണ് എന്റെ ധാരണ. ഓരോരുത്തരുടെ അവസ്ഥ എന്താണെന്നുള്ള എനിക്കറിയില്ല. പക്ഷെ പൊതുവെ നമുക്ക് തിരക്ക് കുറയണ സമയമാണ്. എല്ലാ മേഖലയിലും നമുക്ക് നന്മ ചെയ്യാൻ അവസരമുണ്ട്. പക്ഷെ എന്നിട്ടും നമുക്ക് ഒരു വെറുതെ ഇരിക്കണ നേരത്തെ ഒരു 10 സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഒരു 100 അൽഹംദുലില്ലാഹ് ചൊല്ലാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കണില്ലെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ധാരാളമായി ചൊല്ലണം. ആ ദിക്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? തംലഉൽ മീസാൻ, അള്ളാന്റെ മീസാനിനെ, അള്ളാന്റെ തുലാസിനെ നിറച്ചു കളയുന്ന ദിക്റാണ് അൽഹംദുലില്ലാഹ്. വെറുതെ ഇരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം ചൊല്ലാൻ കഴിയുന്നുണ്ടോ? എങ്കിലും നമുക്ക് സന്തോഷിക്കാം. ഇല്ലെങ്കിലോ ഇനിയുള്ള ദിവസം ചെയ്യാം. എത്ര ദിവസം എനിക്ക് കൃത്യമായിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ കിട്ടിയില്ല, ഇനിയിപ്പോ ബാക്കിയുള്ള ദിവസം ഇങ്ങനെ തന്നെ പോകട്ടെ അല്ല. ബുദ്ധിമാൻ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ട് പിന്നീടുള്ള ജീവിതത്തിൽ ശ്രദ്ധ കാണിക്കാൻ കഴിയും. ഇത്ര ദിവസം എനിക്ക് ഖുർആൻ പാരായണം ശരിക്കും ഓതാൻ കഴിഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള 18 ദിവസം ഉണ്ടല്ലോ, ആ ദിവസം കൊണ്ട് ഞാൻ ഓതി തീർക്കും. ബാക്കിയുള്ള ദിവസങ്ങളുണ്ടല്ലോ, ഞാൻ ധാരാളമായി കൊണ്ട് ദിക്ർ ചൊല്ലും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദിക്ർ ചൊല്ലിയത് ഈ റമദാനിലായിരിക്കുമെന്ന്. ഈ റമദാനും കഴിഞ്ഞ് പെരുന്നാളിന് പുതിയ ഡ്രസ്സ് ഇട്ട് ഈദ്ഗാഹിൽ പോയിട്ട് തക്ബീർ ഇങ്ങനെ ചൊല്ലുമ്പോഴേ ഒരാത്മനിർവൃതി അണയാൻ കഴിയണം, ഒരാത്മ സന്തോഷം. എന്താണെന്നറിയോ? ഞാൻ ഒരു തവണ റബ്ബേ ഖുർആൻ പൂർണ്ണമായി ഓതി തീർത്തിട്ടുണ്ട്, ഇങ്ങനെ സന്തോഷിക്കാൻ കഴിയണം. നാട്ടുകാരെ കാണിക്കണ്ട, ആരോട് പറയണ്ട. അവിടെ ഇങ്ങനെ തക്ബീർ ചൊല്ലുമ്പോ ആ സന്തോഷത്തിന്റെ എല്ലാവിധ മാധുര്യവും എല്ലാവിധ ആനന്ദവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിലേ ഒരു തവണയെങ്കിലും നമ്മൾ ഖുർആൻ ഓതി തീർക്കണം. എല്ലാ ജമാഅത്ത് നിസ്കാരത്തിലും പങ്കെടുക്കാൻ കഴിയണം. ധാരാളമായി കൊണ്ട് ദിക്ർ ചൊല്ലണം. നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയണം, പാപങ്ങളെല്ലാം കഴുകിക്കളയണം. ഈ റമദാൻ ലഭിച്ചിട്ടും നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ ഉൾപ്പെടുമെന്നുള്ളതാണ്. അല്ലാഹു അത്തരം വിഭാഗങ്ങൾ രക്ഷപ്പെടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണാസന്നായി കിടക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കൈഫ വജത്ത ദുനിയ, നിങ്ങൾ ദുനിയാവിനെ ഏത് രൂപത്തിലാണ് നോക്കിക്കണ്ടത്? നിങ്ങൾ ദുനിയാവിനെ ഏത് രൂപത്തിലാണ് നോക്കിക്കണ്ടത്? അഥവാ 950ഓളം വർഷം ദഅവത്ത് ചെയ്ത പ്രവാചകനാണ് ആര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ നിങ്ങൾക്ക് ദുനിയാവ് എപ്രകാരമായിരുന്നു എന്ന് നൂഹ് നബിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഒരു വാതിലിലൂടെ കയറി മറ്റൊരു വാതിലിലൂടെ ഇറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. അഥവാ അത്ര വേഗത്തിൽ എന്റെ ജീവിതം കഴിഞ്ഞു പോയി. 950 വർഷം ദഅവത്ത് ചെയ്ത നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഒരു വാതിലിലൂടെ അങ്ങനെ കയറി മറ്റൊരു വാതിലിലൂടെ ഇറങ്ങുന്നത് പോലെ അത്രത്തോളം വേഗത്തിൽ എന്റെ ജീവിതം കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. 950 വർഷം ജീവിച്ച അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറിപ്പോയ 60 കൊല്ലം, ഏറിപ്പോയ 70 കൊല്ലം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ കാണേണ്ടത്? നമ്മൾ എപ്പോഴും നമ്മുടെ മരണത്തെ ആലോചിക്കണം സഹോദരന്മാരെ. ഏത് സമയം നമ്മൾ മരണപ്പെടാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അദ്ദേഹം എഴുതിയൊരു വളരെ സുന്ദരമായ ഒരു കവിതയുണ്ട്. വളരെ മനോഹരമായ മരണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു കവിതയാണ്. എന്താ കവിത? തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. തസവ്വദ് മിനത് തഖ്വാ, നിന്റെ ദുനിയാവിലെ ഭൗതിക ജീവിതത്തിലെ യാത്രാ വിഭവം തഖ്വയാകണം. നമ്മളൊരു യാത്ര പോകുമ്പോൾ അതിന് വേണ്ട യാത്രാ വിഭവങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഇപ്പൊ നമ്മളൊരു ഉംറക്ക് പോകുമ്പോൾ ഇഹ്റാം തുണി എടുക്കാറുണ്ട്, ഭക്ഷണം എടുക്കാറുണ്ട്, അതിലേക്ക് കൊണ്ടുപോകേണ്ട മൊബൈലും ചാർജറും ഒക്കെ നമ്മൾ വെക്കാറുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഭൗതിക യാത്രയിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല ജീവിത വിഭവം, യാത്രാ വിഭവം ഏതാണ്? തഖ്വയാണ്, ഈമാനാണ്. എന്താ അദ്ദേഹം പറയുന്ന വാക്കെന്തെന്നറിയോ? ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, രാത്രി ഇരുട്ട് മൂടിയാൽ നേരം വെളുക്കുമ്പോ ഫജറിന്റെ സമയത്ത് നീ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റൂല. അപ്പൊ അന്ന് രാത്രി നോമ്പ് തുറന്നിട്ട് നാളെ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമ്മളിൽ എത്ര പേരുടെ ശരീരത്തിൽ റൂഹ് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് അദ്ദേഹം പറയണം, വകം മിൻ ഫതാ
അംസാ വ അസ്ബഹ ളാഹിക. എത്ര എത്ര യുവാക്കളാണ് അവര് രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരാനന്ദിക്കാണ്, അവരാർത്തുല്ലസിക്കാണ്, പരലോകം മറന്ന് ആർത്തുല്ലസിക്കാണ്. വഖദ് നുസ്ജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അവന്റെ കഫം, അവന്റെ മയ്യത്തിന്റെ മേലെ പൊതിയാനുള്ള കഫം പുടവ എപ്പോഴോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് മനുഷ്യൻ ആലോചിക്കണില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഇന്ന് മരണപ്പെട്ടാൽ എന്റെ മയ്യത്തിന്റെ മേലെ പൊതിയാനുള്ള 3 കഫം പുടവ എപ്പോഴോ നെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, എപ്പോഴോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് ആലോചിക്കണില്ല. നമ്മൾ ആർത്തുല്ലസിച്ച് ജീവിക്കാണ് എന്നാണ് ഇമാം ഷാഫി റഹ്മഹുല്ല പറയണത്. നമ്മൾ ആലോചിക്കണം, രാത്രിയായാൽ രാവിലെ വരെ നമ്മൾ ഉണ്ടാകും എന്ന് പറയാൻ പറ്റൂല, രാവിലെ ആയാൽ വൈകുന്നേരം വരെ നമ്മൾ ഉണ്ടാകും എന്ന് പറയാൻ പറ്റൂല. അത്രത്തോളം നിസാരന്മാരാണ് നമ്മൾ. ഏത് സമയത്തും നമ്മൾ മരണപ്പെടാം. ഈ റമദാനൊക്കെ ലഭിച്ചിട്ട് ഒരു ഈമാനിക ഒരു ആവേശം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരിൽ ഉൾപ്പെടും. അതുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖബറിസ്ഥാനിൽ പോയിട്ട് ചോദിക്കുന്നുണ്ട്, യാ അഹ്ലൽ ഖുബൂർ മൽ ഖബർ ഇൻദകും. ഖബറിൽ കിടക്കുന്ന ഖബർ ആളികളെ, നിങ്ങളുടെ വർത്താനം എന്താണ്, എന്താണ് നിങ്ങളുടെ വാർത്ത? എന്നാൽ അദ്ദേഹം പറയാണ്, ഇന്നൽ ഖബറ ഇൻദന. എന്റെ അടുക്കൽ ചില വാർത്തകളുണ്ട്, എന്റെ അടുക്കൽ ചില പുതിയ വാർത്തകളുണ്ട്. നിങ്ങള് രാവെന്നോ പകലൊന്നോ നോക്കാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്തില്ലേ, നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളുടെ അനന്തരാവകാശികളായ ആളുകൾ അത് വീതിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യക്കൊരു വിഹിതം, നിങ്ങളുടെ മക്കൾക്കൊരു വിഹിതം, നിങ്ങളുടെ കുടുംബക്കാർക്കൊരു വിഹിതം, അത് അവര് വീതിച്ചെടുത്തു. ഇപ്പൊ ഒന്നും ബാക്കിയില്ല. നിങ്ങൾ 20 കൊല്ലം 30 കൊല്ലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടില്ലേ, അതിന്ന് വേറെ പല ആളുകളാണ് താമസിക്കുന്നത്. നിങ്ങള് ജീവിതത്തിൽ ഏറ്റവും സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ച നിങ്ങളുടെ ഭാര്യനെയാണ്. ആ ഭാര്യ ഇന്ന് മറ്റൊരുത്തന്റെ മണിയറയിലെ മണവാട്ടിയാണ്, അവളും നിന്നെ മറന്നിട്ടുണ്ട്. ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് നിങ്ങളെ മറന്നു, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളെ മറന്നു, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ മറന്നു. അലി റളിയല്ലാഹു അൻഹു കരയാണ്. സുമ്മ ബകാ, അദ്ദേഹം കരഞ്ഞു എന്നാ. അദ്ദേഹം പറയാണ്, വല്ലദീ നഫ്സി ബിയദി, എന്റെ നഫ്സ് തന്നെയാണ് സത്യം, അഥവാ അള്ളാഹു തന്നെയാണ് സത്യം. അവർക്കെങ്ങാനും സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, അവർക്ക് സംസാരിക്കാൻ കഴിയില്ല, കാരണം അവര് മരണപ്പെട്ട് ബർസഖി ജീവിതത്തിലാണ്. അവർക്കെങ്ങാനും സാധിക്കുമായിരുന്നെങ്കിൽ അവർ പറയാന്തെന്നറിയോ, അലി മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല വിഭവം, ഏറ്റവും നല്ല സാദ് തഖ്വയാണ് അലി. അതുകൊണ്ട് അലി, താങ്കൾ തഖ്വ ഉണ്ടാക്കണം, ഈമാൻ ഉണ്ടാക്കണം എന്നായിരിക്കും അവരെന്നോട് മറുപടി പറയാ. പക്ഷെ അവർക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീടോ നമ്മുടെ സമ്പത്തോ നമ്മുടെ ഭാര്യയോ ആരും ഖബറിലേക്ക് ഉണ്ടാകൂല, നമ്മൾ മാത്രമേ ഉണ്ടാകുള്ളൂ. 6 അടി മണ്ണിൽ നമ്മുടെ ഖബർ കുഴിച്ചിട്ട് ആ ഖബറിലേക്ക് നമ്മുടെ മയ്യത്ത് ഇങ്ങനെ ചിരിച്ചു വെക്കുന്ന ഒരു നിമിഷമുണ്ട്. അവിടെ ഇടയ്ക്ക് നമ്മൾ അതിങ്ങനെ ആലോചിക്കണം. നമ്മുടെ ഖബർ, നമ്മുടെ മരണം, നമ്മുടെ പരലോകം, നമ്മുടെ വിചാരണ, ഇവിടെ വേറെ ആരും ഉണ്ടാകൂല. നമ്മുടെ മരണത്തിന് ശേഷം പിന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയത്ത് പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മരണത്തെ ഏത് രൂപത്തിലാണ് വിവരിക്കാൻ കഴിയുക? ആ സമയത്ത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ശരീരം 4 ഭാഗത്തും കൊളുത്തുകളിട്ട് വലിക്കുന്നത് പോലെയാണ്. അഥവാ സക്കറാത്തിന്റെ ഹാലെത്തിയിട്ടില്ല, മലക്കുൽ മൗത്ത് റൂഹ് തൊണ്ടക്കുള്ളിൽ എത്തിയിട്ടില്ല. അതിനു മുമ്പ് അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയാണ്, 4 ഭാഗത്തു നിന്നും കൊളുത്തുകളിട്ട് എന്നെ വലിക്കണത് പോലെ, എനിക്ക് ഒരു ചെറിയ ഒരു സൂചിന്റെ ദ്വാരത്തിലൂടെ ശ്വസിക്കാൻ തരുന്നത് പോലെയാണ്. ആ രൂപത്തിൽ എനിക്കതെങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സമയത്ത് ആയിഷ ബീവിന്റെ മടിയിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്നതിന്റെ ഭാഗത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ റസൂലുള്ള കൈ ഇങ്ങനെ മുക്കിയിട്ട് മുഖം ഇങ്ങനെ തടവും. എന്നിട്ട് പറഞ്ഞൊരു വാക്കാണ്, ആയിഷ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല ആയിഷ, ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ട്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ട് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു മരണമുണ്ട്, നമുക്കൊരു ഖബർ ജീവിതമുണ്ട്, നമുക്കൊരു പരലോകമുണ്ട്. ആ വിഷയത്തിൽ നമ്മളൊന്ന് സ്വാർത്ഥരാകണം. നമ്മുടെ മയ്യത്ത് ഇങ്ങനെ ഖബറിലേക്ക് ചെരിച്ചു വെച്ച് ആ മൂട് കല്ലിട്ട് 3 പിടി മണ്ണിട്ട് കുടുംബക്കാരായ ആളുകൾ തസ്ബീത്തും ചൊല്ലി തിരിച്ചു മടങ്ങുമ്പോൾ
മലക്ക് വന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ മൻ റബ്ബുക്ക എന്ന് ചോദിക്കുമ്പോൾ റബ്ബി അല്ലാ എന്ന് പറയണമെങ്കിൽ അള്ളാഹിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹിനെ കുറിച്ചിട്ട്. പ്രവാചകനെ കാണിച്ച് ചോദിക്കുമ്പോൾ ഇതെന്റെ പ്രവാചകനാണെന്ന് നമുക്ക് പറയാൻ കഴിയണം. പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കണം. അതെങ്ങനെ പഠിക്കുക? നമ്മൾ ദീന് മനസ്സിലാക്കുക, ദീന് പഠിക്കണം. അള്ളാഹിന്റെ ഖുർആൻ നമ്മൾ പഠിക്കണം. എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചയിലും ഇവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മൾ കഴിവിന്റെ പരമാവധി എല്ലാ ആളുകളും എത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഏറിപ്പോയി ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് മാത്രമാണ് ക്ലാസ് എടുക്കാറുള്ളത്. നമ്മൾ ആലോചിക്കണം, ആഴ്ചയിൽ 168 മണിക്കൂർ കിട്ടിയിട്ട് ഒരു 40 മിനിറ്റ്, ഒരു 45 മിനിറ്റ് 1-2 ആയത്തി പഠിപ്പിക്കുള്ളൂ ഒരാഴ്ച. നമുക്ക് എത്ര പേർക്ക് എത്താൻ കഴിയുന്നുണ്ട്? പ്രിയപ്പെട്ടവർ, ഇതൊക്കെ കബർക്ക് ഉണ്ടാകുള്ളൂ. നമ്മുടെ ഖബറിലേക്ക് വെളിച്ചമായിട്ട് നമ്മൾ പഠിച്ച അറിവുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ ഖബറിലേക്ക് എത്തുന്നത് 3 കാര്യങ്ങളാണ്. അതിലൊന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ് എന്നുള്ളതാണ്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഖബറിൽ രക്ഷയായിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ലില്ലാഹി 99 ഇസ്മാ മിഅതൻ ഇല്ലാ വാഹിദ. അല്ലാഹുവിന് 99 നാമങ്ങളാണ്. വമൻ അഹ്സാഹാ ദഖലൽ ജന്ന, അതൊരാൾ ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗ്ഗത്തിലെത്തി. എന്നാൽ ഇഹ്സാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയാണ് ആ 99 നാമങ്ങൾ കാണാതെ പഠിക്കാം. നമ്മളൊരു നിയ്യത്ത് വെക്കും, ഈ റമളാൻ കഴിയുമ്പോഴേക്ക് അള്ളാഹിന്റെ 99 നാമങ്ങൾ, അല്ലാഹു അർ റഹ്മാൻ അർ റഹീം, അൽ മാലിക് അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാർ അൽ മുതകബ്ബിർ എന്ന് തുടങ്ങുന്ന അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ഞാൻ പഠിക്കും തീരുമാനിക്കും. അതേപോലെ തന്നെ രണ്ടാമത് എന്താണെന്നറിയോ? ആ പേരിന്റെ അർത്ഥം പഠിക്കുക. എന്താണ് അല്ലാഹ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ, എന്താണ് റഹീം എന്ന് പറഞ്ഞാൽ, ആ പേരിന്റെ അർത്ഥം പഠിക്കുക. മൂന്നാമത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ പേരുകൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അസമീ ആണ് അള്ളാഹു. അപ്പൊ ഞാൻ മോശമായിട്ടൊരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതും അള്ളാഹു കേൾക്കുന്നുണ്ട്. ആ ചിന്ത മനസ്സിലേക്ക് വന്നാൽ പിന്നെ മോശപ്പെട്ടത് പറയില്ല. അൽ ബസീറാണ് അള്ളാഹു, എല്ലാം കാണുന്നവനാണ്. ഞാനൊരു മോശപ്പെട്ട കാര്യത്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ എന്റെ റബ്ബ് അത് കാണുന്നുണ്ട്. ആ ചിന്ത വന്നാൽ ആ മനുഷ്യൻ അതിന് വിട്ടു നിൽക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ 99 നാമങ്ങൾ നമ്മൾ പഠിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ ദീന് പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമുക്കൊക്കെ അറിയുന്ന ഒരു പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ. അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ഗ്രന്ഥമാണ് ഉസൂലു സലാസ, 3 അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥം. ശ്രദ്ധിക്കണേ, 3 അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറയണം, ഒന്നാമതായി ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ? അറിവാണ്. ഒന്നാമതായി ഉണ്ടാകേണ്ടത് അറിവാണ്. അറിവുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ അറിവ് എന്താണ്? മഅരിഫത്തുല്ലാഹ്, അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. നമ്മുടെ റബ്ബിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ആ അള്ളാഹിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഖുർആൻ നമ്മൾ പഠിക്കണം. ഖുർആനിന്റെ വിഷയത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളാകണം. ഒരു കവിത ചൊല്ലിയിട്ടുണ്ട്, ലൗകാന ഹാദൽ ഇൽമു യഹ്സലു ബിൽ മുനാ മകാന യബ്കാ ഫിൽ ബരിയതി ജാഹിലു. ആഗ്രഹം കൊണ്ട് ഒരാൾക്ക് അറിവ് ലഭിക്കുമായിരുന്നെങ്കിൽ ലോകത്ത് ഒരു ജാഹില് പോലും ഉണ്ടാകൂല. എന്താ ജാഹിൽ എന്ന് പറഞ്ഞാൽ? അറിവില്ലാത്ത ആള്. എല്ലാ ആഗ്രഹം കൊണ്ട് ഒരാൾക്ക് അറിവ് ലഭിക്കുമായിരുന്നെങ്കിൽ ലോകത്ത് എന്ത് ചെയ്യില്ല? ഒരു ജാഹിലും ഉണ്ടാകൂല. അഥവാ എല്ലാ ആളുകൾക്കും ആഗ്രഹം എന്താ? അറിവുണ്ടാകണം എന്നാ. ആഗ്രഹം കൊണ്ട് മാത്രം അറിവ് ലഭിക്കൂല. കഷ്ടപ്പെടണം. നമ്മൾ പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. അതേപോലെ തന്നെ അള്ളാഹിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ദീൻ ഇസ്ലാമിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് കഴിയുക. അതുകൊണ്ട് ധാരാളമായിക്കൊണ്ട് റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുക. അതിന് ഇൻഷാ അള്ളാഹ് നമ്മുടെ ക്ലാസ്സിലേക്ക് കൃത്യമായിട്ട് നമ്മൾ പങ്കെടുക്കുക. ഇതിൽ പല ആളുകളും കൃത്യമായി പങ്കെടുക്കുന്ന ആളുകളാണ്. അള്ളാഹു അവർക്ക് തക്കതായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ആമീൻ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ എല്ലാ ആളുകളും ആമീൻ പറഞ്ഞു. ഈ ആമീന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. കൃത്യമായി പങ്കെടുക്കുന്ന ആളുകൾക്ക് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചല്ലോ. ആ പ്രാർത്ഥനന്റെ ആമീനിന്റെ ഫലം നമ്മളിൽ എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ടാകും? ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീന് കൂടുതലായി നമ്മൾ മനസ്സിലാക്കണം, ദീന് നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു ഒരു മനുഷ്യന്റെ ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ അവന് ദീനിന്റെ വിഷയത്തിൽ പാണ്ഡിത്യം നൽകുമെന്നുള്ളതാണ്, അറിവ് നൽകുമെന്നുള്ളതാണ്. സൗന്ദര്യം കൊടുക്കും, സ്ഥാനമാനങ്ങൾ കൊടുക്കും, സമ്പത്ത് കൊടുക്കും എന്നല്ല റസൂൽ എന്ന് പറഞ്ഞത്, അറിവ് കൊടുക്കും എന്നുള്ളതാണ്.
മതപരമായ അറിവ്. നമുക്ക് ആ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാൻ കഴിയണം. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ഇൽമു മാലുൻ, അറിവ് എന്ന് പറഞ്ഞ ഒരു സമ്പത്താണ്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള 3 നില ബിൽഡിംഗ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് പോലെയുള്ള ഒരു സമ്പത്താണ് അറിവ് എന്ന് പറഞ്ഞാല്. ആ അറിവ് എവിടെയുണ്ടോ അവിടെ പോയി നമ്മൾ പഠിക്കണം. ആ അറിവിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം. ഞാൻ ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മദീനന്റെ അതിർത്തിയിൽ ഒരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിന്റെ കയ്യിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് കേട്ടപ്പോ അവിടേക്ക് പോയി. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ എത്തിയ സമയത്ത് കൈലൂലത്തിന്റെ സമയമാണ്, ഉച്ചയുറക്കത്തിന്റെ സമയമാണ്. ഈ സ്വഹാബി ഉറങ്ങാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, ഉസ്താദിനെ വിളിക്കാതെ വീടിനോട് ചേർന്നുള്ള ഒരു ടെന്റിൽ അദ്ദേഹം അവിടെ കിടന്നുറങ്ങി. മരുഭൂമിയാണ്, ശക്തമായ കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലും മുഖത്തൊക്കെ പൊടി പുരണ്ടിട്ടുണ്ട്. അപ്പൊ ഈ സ്വഹാബി കൈലൂലത്തിന്റെ ഉറക്കം കഴിഞ്ഞിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോ നിലത്ത് മണ്ണിൽ കിടക്കുകയാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ ഈ രൂപത്തിൽ കണ്ടപ്പോ ഈ സ്വഹാബി പോയിട്ട് പറയാണ്, ഇബ്നു അബ്ബാസ്, നിങ്ങൾക്ക് അറിവ് വേണമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരൂലേ? നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഞാൻ പഠിപ്പിച്ചു തരൂലേ? എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഈ മണലാരണ്യത്തിൽ കടന്ന് പ്രയാസപ്പെടുന്നത്? അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അറിവ് തേടി വരണം, അറിവിനെ തേടി പോകണം. നമ്മൾ എവിടെയാണ് അറിവുള്ളത് അവിടേക്ക് പോകണം. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുക, ദീന് പഠിച്ച ആളുകൾ ക്ലാസ് എടുക്കുമ്പോൾ അവിടേക്ക് നമ്മൾ വരാൻ പരിശ്രമിക്കുക. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. എത്ര തിരക്കുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മൾ നിയത്ത് വെക്കുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഖുർആൻ പഠിക്കും, അതിന്റെ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കും, അതെന്റെ ഖബറിൽ എനിക്ക് രക്ഷയാകും എന്ന നിയ്യത്തോടു കൂടി നമ്മൾ വന്നിരിക്കുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് എല്ലാ ആളുകൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇക്കൂട്ടത്തിൽ പല ആളുകളുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടാകും. അല്ലാഹു അവരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗപൂന്തപ്പാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അല്ലാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹിന്റെ കൂടെ മാതാപിതാക്കളുടെ കൂടെ അള്ളാഹിനെ കാണാനുള്ള ഭാഗ്യം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളെ സ്വാലിഹത്താക്കി മാറ്റുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിർമ ലഭിക്കുമാറാകട്ടെ. ഈ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും ഈ റമദാന് മുഖേന പാപങ്ങളെല്ലാം കഴുകിക്കളയാനും അത് മുഖേന സ്വർഗം നിർബന്ധമാക്കുന്ന ആളുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജും ഉംറയും അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ ഒരു നോമ്പുതുറ സംഘടിപ്പിച്ച സഹോദരങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു നന്മ നാളെ അള്ളാഹുവിന്റെ മീസാനിൽ വലിയ ഒരു കനമായിക്കൊണ്ട് അവർക്ക് ഇതിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാ ആളുകൾക്കും എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.